സാറിൻ്റെ സംസാരം കേൾക്കുമ്പോൾ തന്നെ അതറിയാം, സാറ് വള്ളംകളിയെക്കുറിച്ച് പറയുമ്പോൾ വളരെയധികം ആവേശത്തോടെയാണ് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ സാറിന് അതിൽ ഭയങ്കര അറിവും ഉണ്ട്. അപ്പോൾ എന്തായാലും കൈരളിയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് സാർ ഒരു കമൻട്രി ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുമോ? കമൻട്രി അവതരിപ്പിക്കാം, പക്ഷേ അത് ഒരു വിജയസാധ്യത ഏത് വള്ളം ജയിച്ചെന്നോ ഏത് വള്ളം തുഴയുന്നെന്നോ നിങ്ങൾ ചോദിക്കരുത്. കാരണം എൻ്റെ മുൻപിൽ ഈ വരുന്ന 19 ചുണ്ടൻ വള്ളങ്ങളും അവരുടെ ഏറെ നാളത്തെ പരിശ്രമത്തിന് ശേഷം വിജയിക്കുവാൻ വരുന്നതാണ്. അപ്പോൾ ഇത് ലൈവ് പോകുമ്പോൾ കമൻട്രേറ്റർ അമ്പക്കുളം ജോളി എതിരേറ്റ് പറഞ്ഞു ഇന്ന വള്ളം ജയിക്കുമെന്ന് പറയുമ്പോൾ അതിനകത്ത് ഒത്തിരിയേറെ ഇതുണ്ടാകും. അതുകൊണ്ട് അതിലേക്ക് വരുന്നില്ല. ഏതായാലും 70ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിൻ്റെ ഫൈനൽ തുടങ്ങുന്നത് മുതൽ ഫിനിഷിങ്ങിലേക്ക് വരുന്നിടം വരെയുള്ള 4 ചുണ്ടൻ വള്ളങ്ങൾ കടന്നു വരുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് തുടങ്ങാം. ആലപ്പുഴ പുന്നമടക്കായലിൽ നടക്കുന്ന 70ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിൻ്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. അങ്ങകലെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഞങ്ങൾ ഫിനിഷിംഗ് പോയിന്റിൽ നിന്നുകൊണ്ട് വിവരണം ആരംഭിക്കുമ്പോൾ അങ്ങകലെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ സ്റ്റിൽ സ്റ്റാർട്ടിംഗ് സംവിധാനം എല്ലാം തയ്യാറെടുത്തു കഴിഞ്ഞിരിക്കുന്നു. 4 ചുണ്ടൻ വള്ളങ്ങൾ കൃത്യതയോടുകൂടി സ്റ്റിൽ സ്റ്റാർട്ടിംഗ് സംവിധാനത്തിന് വേണ്ടി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. സ്റ്റാർട്ടർ അവരെ വിളിക്കുന്നു. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ഇനി സ്റ്റാർട്ടറുടെ ഒറ്റ ഒരു വിസിലും അവരുടെ ആ ലിവറിലെ ഒരു നിയന്ത്രണവും മതി. 70ാമത് നെഹ്റു ട്രോഫി ആർക്ക് എന്നറിയുന്ന അന്തിമമായ കലാശക്കൊട്ട് മത്സരത്തിന്റെ ആ ഫൈനൽ തുടങ്ങുവാൻ കാണികളെമ്പാടും ഈ പുന്നമടക്കായലിന്റെ ഇരു കരകളിലും തടിച്ചുകൂടി നിൽക്കുകയാണ്. 2033 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപൃതമായ വേമ്പനാട്ട് കായലിന്റെ ഭാഗമായ പുന്നമടയുടെ 1140 മീറ്റർ ദൈർഘ്യം വരുന്ന ഓളപ്പരപ്പിലൂടെ ചാട്ടുളി പോലെ കടന്നു വരുവാനായിട്ട് വി ഗിരിഗരി സാറിന്റെ ഭാഷയിൽ പറയുമ്പോൾ ചാട്ടുളി പോലെ വള്ളങ്ങൾ കടന്നു വരുന്ന സുന്ദരമായ നിമിഷത്തിന് വേണ്ടി ലോകമെമ്പാടുമുള്ള ജലോത്സവ പ്രേമികൾ ഉറ്റുനോക്കുമ്പോൾ ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് ആണ് ഈ പുന്നമടയിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോകമെമ്പാടുമുള്ള ജലോത്സവ പ്രേമികൾ ഈ പുന്നമടയിലേക്ക് നോക്കുകയാണ്. ഇതാ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങകലെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് 4 ജലരാജാക്കന്മാര് തുടങ്ങിക്കഴിഞ്ഞു. സ്റ്റാർട്ടറുടെ വിസില് അവരുടെ സിഗ്നൽ ലഭിച്ചു. വള്ളങ്ങൾ തുഴയുവാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ആർപ്പുവിളിയുടെ താളലഹരിയിൽ 4 ജലരാജാക്കന്മാര്, പേരും പെരുമയും ആർജിച്ച 4 ജലരാജാക്കന്മാര്, കരുത്തരായ 4 ടീമുകള് 1, 2, 3, 4 ട്രാക്കിലൂടെ കുതിച്ചു പായുകയാണ്. എന്തൊരു വരവാണ്, എന്തൊരു ശക്തിയിലുള്ള തുഴച്ചിലാണ്. അമ്പമ്പോ, ഇതെന്തൊരു വരവ്! വെള്ളത്തിന് മീറെ പറന്നെടുക്കുകയാണ്. പുന്നമടക്കായലിന് തീ പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ തീക്ക് മീറെ നിലനിൽപ്പില്ലാതെ 4 ജലരാജാക്കന്മാര് പുന്നമടയുടെ ഫിനിഷിംഗിലേക്ക് കുതിച്ചു പായുകയാണ്. 70ാമത് നെഹ്റു ട്രോഫിയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കയ്യൊപ്പ് പതിഞ്ഞ വെള്ളിക്കപ്പ് ഇക്കുറി ഞങ്ങൾക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകണം, ഞങ്ങളുടെ കരയിലേക്ക് കൊണ്ടുപോകണം, അത് ഞങ്ങളുടെ വികാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളത്തുള്ളികളെ തട്ടിത്തെറിപ്പിച്ച് ചീറിപ്പായിച്ചുകൊണ്ട് ഇതാ ഫിനിഷിംഗിന്റെ അവസാന കൊടിയിലേക്ക് 4 ജലരാജാക്കന്മാരും ഒപ്പത്തിനൊപ്പം ഒരുപോലെ എന്ന് വേണം പറയുവാൻ. ആരും ഇവിടെ വിട്ടുകൊടുക്കുന്നില്ല. ഈ കഴിഞ്ഞ ഏതാണ്ട് 2-3 മാസത്തെ അതിഗംഭീരമായ പ്രകടനത്തിന് ശേഷം ഇതുപോലെ ഒരു മത്സരം നെഹ്റു ട്രോഫി കണ്ടിട്ടില്ല, നെഹ്റു ട്രോഫിയിലെ കാണികൾ കണ്ടിട്ടില്ല. അതുതന്നെയാണ് ഈ 70ാമത് നെഹ്റു ട്രോഫിയിൽ പുന്നമടക്കായലിലെ കുഞ്ഞോളങ്ങളെ കോരിത്തെരിപ്പിച്ചുകൊണ്ട് 4 ജലരാജാക്കന്മാര് 1, 2, 3, 4 ട്രാക്കിലൂടെ ഇതാ കുതിരയെ പോലെ പാഞ്ഞെടുക്കുകയാണ്. എയ്തുവിട്ട ശരം പോലെ പാഞ്ഞെടുക്കുകയാണ്. ചാട്ടുളി പോലെ കടന്നു വരികയാണ്. ജലജെറ്റ് പോലെ കടന്നു വരികയാണ്. ഇതാ ഫിനിഷിങ്ങിനോട് അടുത്തു കഴിഞ്ഞു. 1, 2, 3, 4 ട്രാക്കിലെ വള്ളങ്ങൾ അയ്യടാ പോയടാ വിളിയുടെ താളത്തിൽ ഇതാ കഴിഞ്ഞ് കടന്ന് കുത്തി കുമരകൻ ശൈലിയും കുട്ടനാടൻ ശൈലിയും ഒക്കെ ഇവിടെ അയവിറക്കിക്കൊണ്ട് ആർപ്പിന്റെ താളത്തിൽ 1, 2, 3, 4 ട്രാക്കിലൂടെ ഫിനിഷിംഗിലേക്ക് കടന്നു വരുന്നു. ഇവിടെ ആരാണ് ജയിച്ചത് എന്ന് ജഡ്ജസ് ആണ് ഔദ്യോഗികമായി പറയേണ്ടത്. അത്ര കണ്ട് ആവേശം നിറഞ്ഞു നിന്ന ഒരു മത്സരമായിരുന്നു 70ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ സംഭവിച്ചത്. കമ്പ്യൂട്ടറിന്റെ സഹായം തേടേണ്ടി വരുന്നു. 4 ചുണ്ടൻ വള്ളങ്ങളും ഒരുപോലെ ഒപ്പത്തിനൊപ്പം കടന്നു പോകുന്നു. ഈ കാഴ്ചയാണ് 70ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ ഞങ്ങൾക്ക് പറയുവാനുള്ളത്.